ധർമ്മസംഘം ട്രസ്റ്റ്, ശിവഗിരി മഠം, ഗുരുധർമ്മ പ്രചാരണ സഭ, കായംകുളം മണ്ഡലം കമ്മിറ്റി ഗുരുപുഷ്പാഞ്ജലിയും സർട്ടിഫിക്കറ്റ് വിതരണവും ജില്ലാ ഭാരവാഹികളെ അനുമോദിക്കലും നടത്തി. ഗുരുധർമ്മ പ്രചാരണ സഭ കായംകുളം മണ്ഡലം കമ്മിറ്റി ഓഫീസിലായിരുന്നു ചടങ്ങ് നടത്തിയത്. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ്, ശിവഗിരി മഠം, ഗുരുധർമ്മ പ്രചാരണ സഭ, കായംകുളം മണ്ഡലം കമ്മിറ്റി ഗുരുപുഷ്പാഞ്ജലിയും ശിവഗിരി മഠം അംഗത്വം നൽകിയ യൂണിറ്റുകളുടെ സർട്ടിഫിക്കറ്റ് വിതരണവും ജില്ലാ ഭാരവാഹികളെ അനുമോദിക്കലും നടത്തി. അത് കൊണ്ടാണ് നമ്മൾ ഇത്ര എല്ലാവർക്കും തിരക്കുള്ള ഒരു ദിവസം നമ്മൾ ഈ പരിപാടിക്കായിട്ട് തിരഞ്ഞെടുത്തത്. സ്വാമിയുടെ ഇനിയുള്ള ദിവസങ്ങൾ തിരക്കേറിയ പരിപാടി ഉള്ളതിനാൽ ഇന്ന് ഈ ഗുരുപൂജയും ഗുരുപുഷ്പാഞ്ജലിയും നടത്താൻ വേണ്ടി സ്വാമിജി ഇവിടെ എത്തിച്ചേരുകയും നമ്മുടെ ക്ഷണപ്രകാരം എത്തിച്ചേരുകയും നമുക്കെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഗുരു പുഷ്പാഞ്ജലിയും പ്രാർത്ഥനയും ഒരു സത്സംഗം നടത്തി. ഇനിയും നമ്മുടെ ഗുരുദേവന്റെ പ്രാർത്ഥന നിത്യജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന ശിവഗിരി മഠം പറഞ്ഞിരിക്കുന്ന ആചാരവിധിപ്രകാരം നടത്തപ്പെടുത്തുന്ന രീതിയെപ്പറ്റിയും മറ്റ് പൂജാവിധികളെ പറ്റി നമ്മുടെ വീട്ടിലൊരു ഗൃഹസ്ഥാശ്രമം പാലിക്കേണ്ട കാര്യത്തെപ്പറ്റി സ്വാമിജി നമ്മളോട് സംസാരിക്കുന്നതാണ്. അതിനായി ഇവിടെ എത്തിച്ചേർന്ന അസംഗാനന്ദഗിരി സ്വാമിജി അവകളെ ആദരപൂർവ്വം നിങ്ങളുടെ ഓരോരുത്തർക്കും വേണ്ടി മണ്ഡലം കമ്മിറ്റിക്കും വേണ്ടി എൻ്റെ വ്യക്തിപരമായ പേരിലും ഗുരുദേവനാമത്തിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഗുരുധർമ്മ പ്രചാരണ സഭ കായംകുളം മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചാരണ സഭ കേന്ദ്ര സമിതി സെക്രട്ടറി അസംഗാനന്ദഗിരി സ്വാമി പങ്കെടുത്തു. അതുപോലുള്ള വിശേഷ അവസരങ്ങളിലും എല്ലാം തന്നെ കായംകുളം മണ്ഡലത്തിൻ്റെ പ്രത്യേകമായ സാന്നിധ്യം ശിവഗിരി മഠത്തിലും ഗുരുധർമ്മ പ്രചരണ സഭയുടെ പ്രവർത്തനങ്ങൾക്കും ഒക്കെ ഉണ്ടാകുന്നത് വളരെ സന്തോഷപ്രദമാണ്. ആലപ്പുഴ ജില്ലയുടെ തന്നെ സവിശേഷമായ ശ്രദ്ധേയമായ ഒരു പ്രവർത്തന കേന്ദ്രമാണ് കായംകുളം മണ്ഡലം. നമ്മുടെ മണ്ഡലം പ്രസിഡന്റിൻ്റെയും സെക്രട്ടറിയുടെയും സുബ്രഹ്മണ്യൻ ചേട്ടൻ്റെയും ഇവരുടെയൊക്കെ ആത്മാർത്ഥമായ പരിശ്രമമാണ് ഇത്തരത്തിൽ ഈ കായംകുളം മണ്ഡലത്തെ പ്രവർത്തനം സജ്ജമാക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശ്രീനാരായണ ഗുരുദേവൻ ഉപദേശിച്ച മഹിതമായ ദർശനം ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുവാൻ സഭ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. പ്രത്യേകിച്ചും പുതിയ തലമുറയിൽ എന്താണ് ഗുരുദേവ ദർശനം എന്താണ് എന്നറിയാത്ത ഒരു സമൂഹം പഴയ കാലത്തിൽ നിന്നും ഇന്ന് വളരെ കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ അവരിലൊക്കെ അറിവിൻ്റെ കിരണമായി ഗുരുദേവ ദർശനം എത്തിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്. പ്രത്യേകിച്ച് പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഗുരുവിൻ്റെ ആശയം, ഗുരു മുന്നോട്ട് വെച്ച ദർശനം എന്താണ് എന്നൊന്നും പുതിയ സമൂഹത്തിലുള്ള ആളുകൾക്ക് വ്യക്തമായ ധാരണയില്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പഴയ ആളുകളെ സംബന്ധിച്ചിടത്തോളം സംഘടനാ പ്രവർത്തനവും ധാരാളം വായനയും പഠനവും ഒക്കെ ഉള്ളതുകൊണ്ട്, ജീവിത അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് പഴയ സാമൂഹിക പശ്ചാത്തലവും ഗുരുവിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഉണർവും നേട്ടത്തെയൊക്കെ കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും ബോധവാന്മാരാണ്. എന്നാൽ പുതിയ തലമുറ ഇത്തരത്തിലുള്ള തിക്ത അനുഭവങ്ങളൊന്നും അവർക്ക് ലഭിക്കാത്തത് കൊണ്ട് ഗുരുധർമ്മ പ്രചാരണ സഭ കായംകുളം മണ്ഡലം പ്രസിഡന്റ് എസ് റോയി അധ്യക്ഷത വഹിച്ചു. സഭാ മണ്ഡലം ഖജാൻജി KS സുപ്രഭൻ സ്വാഗതം പറഞ്ഞു. ഗുരുപുഷ്പാഞ്ജലിയും യൂണിറ്റുകളുടെ സർട്ടിഫിക്കറ്റ് വിതരണവും ഗുരുദേവ പ്രാർത്ഥന നിത്യജീവിതത്തിൽ എന്ന വിഷയത്തിൽ പ്രഭാഷണവും ഗുരുധർമ്മ പ്രചാരണ സഭ കേന്ദ്ര സമിതി സെക്രട്ടറി സ്വാമി അസംഗാനന്ദഗിരി നിർവഹിച്ചു. ഗുരുധർമ്മ പ്രചാരണ സഭ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് R പ്രസന്നകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ സെക്രട്ടറി മുട്ടം സുരേഷ് ശാന്തി മുഖ്യപ്രഭാഷണം നടത്തി. യുവജനസഭ സംസ്ഥാന ചെയർമാൻ രാജേഷ് സഹദേവൻ സംഘടനാ സന്ദേശവും നൽകി. മണ്ഡലം കമ്മിറ്റി നൽകിയ ആദരവിന് ജില്ലയുടെ ട്രഷറർ SD രവി നന്ദി പറഞ്ഞു. സഭയുടെ മണ്ഡലം മാതൃസഭ യുവജന യൂണിറ്റ് ഭാരവാഹികളും പങ്കെടുത്തു. കേന്ദ്ര സമിതി കോർഡിനേറ്റർ ചന്ദ്രൻ പുള്ളിങ്കുന്ന്, കേന്ദ്ര സമിതി അംഗം പ്രസാദ് തഴക്കര, ജില്ലാ പ്രസിഡന്റ് R പ്രസന്നകുമാർ, വൈസ് പ്രസിഡന്റ് R രമണൻ, രേണുക നാരകത്ര, ജില്ലാ സെക്രട്ടറി മുട്ടം സുരേഷ് ശാന്തി, ജോയിന്റ് സെക്രട്ടറി PP മനോഹരൻ, ഖജാൻജി SD രവി, കായംകുളം മണ്ഡലം കമ്മിറ്റിയെ പ്രതിനിധീകരിക്കുന്ന ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ VK വിജയകുമാർ, രഘുനാഥ് അയ്യപ്പ, കണ്ടലൂർ സുധീർ
എന്നിവരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ചടങ്ങിൽ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി VS സുരേഷ് കുമാർ, ബാബു, കമ്മിറ്റി അംഗങ്ങളായ മനോഹരൻ, ബൈജു, മറ്റു ഭാരവാഹികളായ ചന്ദ്ര ഗോപിനാഥ്, സുജാത റോയ്, ഹർഷ സുധീർ, ഷീബ ശ്യാം, ലാലി ദശരഥൻ, ഷീജ, P വിനേഷ്, ഷൈൻ ഗോപിനാഥ്, അയ്യപ്പൻ രത്നമ്മ എന്നിവരും പങ്കെടുത്തു. ചടങ്ങുകളിൽ മണ്ഡലം സെക്രട്ടറി ഹരിദാസ് ശിവരാമൻ നന്ദി പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.